തെളിഞ്ഞു കത്തുന്ന പുൽക്കൂടിന്റെ പ്രഭയും ക്രിസ്തുമസ് കേക്കിന്റെ മാധുരമുള്ള ഓർമ്മകളുമായി വീണ്ടും ഒരു ക്രിസ്തുമസ് കാലം കൂടി ആഗതമായിരിക്കുകയാണ്. സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമഭാവനയുടെയും വിനയത്തിന്റെയും സന്ദേശമുയർത്തുന്ന പുണ്യദിനം ലോകരക്ഷകനായ ഉണ്ണിയേശുവിന്റെ തിരുപ്പിറവിയുടെ ഓർമ്മയിൽ ലോകമെമ്പാടും ഡിസംബർ 25 ക്രിസ്തുമസ് ആഘോഷിക്കുന്നു. ശാന്തിയുടെയും സമാധാനത്തിന്റെയും ആഘോഷമാണ് ക്രിസ്തുമസ്. ക്രിസ്തുമസ് ആഘോഷം മാത്രമല്ല, സ്നേഹത്തിന്റെയും ത്യാഗത്തിന്റെയും സേവനത്തിന്റെയും സഹനത്തിന്റെയും പങ്കുവെക്കലിന്റെയും കൂടി ഓർമ്മപ്പെടുത്തലാണ്. പുൽക്കൂടൊരുക്കി ഉണ്ണിയേശുവിന്റെ ജനനത്തെ പുനരാവിഷ്കരിക്കുമ്പോൾ ബെത്ലഹേമിലെ വിനയം നിറഞ്ഞ തിരുപ്പിറവിയുടെ ഓർമ്മയാണ് നാം ആചരിക്കുന്നത്. ലോകത്തിൻ്റെതായ എല്ലാ ആഡംബരങ്ങളിൽ നിന്നും മാറി വളരെ ലളിതമായ കാര്യത്തോടത്തിലേക്ക് ദൈവം തന്റെ ജനനസ്ഥലം തിരഞ്ഞെടുത്തപ്പോൾ അത് വിനയത്തിന്റെ വലിയൊരു മാതൃകയാണ് ലോകത്തെ പഠിപ്പിച്ചത്. ആഡംബരങ്ങളും അഹന്തയും നമ്മെ മാടി വിളിക്കുന്ന ഈ കാലഘട്ടത്തിൽ വിനയത്തിന്റെ സന്ദേശം മനസ്സിൽ പേരാൻ പുൽക്കൂട് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. പുൽക്കൂട്ടിലേക്ക് ഇടയന്മാരെ വഴി നടത്തിയ നക്ഷത്രം കാലങ്ങൾക്കിപ്പുറം നന്മയുടെയും സ്നേഹത്തിന്റെയും ദീപങ്ങളായി ജ്വലിച്ച് മറ്റുള്ളവരെ വഴി നടത്തുവാൻ നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കൈ നിറയെ സമ്മാനങ്ങളുമായി കുട്ടികളെ തേടിയെത്തുന്ന സാന്റാക്ലോസിന്റെ ഓർമ്മയാണ് ക്രിസ്തുമസിന്റെ മറ്റൊരു മനോഹാരിത. സങ്കടം നിറഞ്ഞ ജീവിതങ്ങളിലേക്ക് സ്നേഹത്തിന്റെയും ആശ്വാസത്തിന്റെയും സമ്മാനങ്ങളുമായി കടന്നുവരുന്ന ഒത്തിരി മനുഷ്യർ നമ്മുടെ ഇടയിലുണ്ട്. വേദന അനുഭവിക്കുന്നവർക്കിടയിലേക്ക് പ്രതീക്ഷയുടെ സ്നേഹത്തിന്റെ കൊച്ചു കൊച്ചു സഹായങ്ങളുടെ സമ്മാനവുമായി നമുക്ക് ഇറങ്ങിച്ചെല്ലാം. തൂക്കിയിട്ട വർണ്ണ നക്ഷത്രങ്ങൾക്കും അലങ്കാര വിളക്കുകൾക്കും അപ്പുറത്ത് ക്രിസ്തുമസ് പകർന്നു നൽകുന്ന സ്നേഹത്തിന്റെയും ലാഭത്തിന്റെയും സന്ദേശം മനസ്സിലാക്കാനും അത് പിന്തുടരുവാനും നമുക്കായെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ണിയേശുവിന് ഇടമുണ്ടാവില്ല. സഹായം ആവശ്യപ്പെടുന്നവരോട് കരുണ കാണിക്കുവാനും ശബ്ദമില്ലാത്തവന്റെ ശബ്ദമാവാനും കണ്ണില്ലാത്തവന്റെ കാഴ്ചയാവാനും നമുക്ക് കഴിയണം. ആഘോഷങ്ങൾക്കും ആൾക്കൂട്ടങ്ങൾക്കുമിടയിൽ വേദനിക്കുന്നവന്റെയും സഹായം ആവശ്യമുള്ളവന്റെയും കണ്ണുകളെ നാം തിരിച്ചറിയണം. അങ്ങനെ സ്നേഹവും സാഹോദര്യവും വിനയവും ഒക്കെ തെളിഞ്ഞു കത്തുന്ന മനോഹരമായ ഒരു ക്രിസ്തുമസ് എല്ലാവർക്കും ആശംസിക്കുന്നു. ജയ് മുഷല്ലി.